നോക്കിയേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് ഫോർ മാത്തമാറ്റിക്സ്. നോക്കിയേ എന്താ MAT 204. നോക്കിക്കേ ആ പേപ്പറിലെ 5th മൊഡ്യൂളാണ് കേട്ടോ, ന്യൂമറിക്കൽ മെത്തേഡ്സ് സെക്കൻഡ്. നോക്കിയേ നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്തായിരുന്നു? ന്യൂമറിക്കൽ മെത്തേഡ്സ് ഫസ്റ്റ്. ഇനി അടുത്ത മൊഡ്യൂളിൻ്റെ പേരെന്താണ്? ന്യൂമറിക്കൽ മെത്തേഡ് സെക്കൻഡ്. ഫസ്റ്റ് എന്താണ് പറഞ്ഞേക്കുന്നത്? സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റം. നോക്കിയേ ലീനിയർ സിസ്റ്റത്തിൻ്റെ എന്താണ്? സൊല്യൂഷൻ ആണ് കേട്ടോ. ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന കുറച്ച് മെത്തേഡ് ഉണ്ട്. ലീനിയർ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് മെത്തേഡ് പറയുന്നുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് പഠിക്കാവുന്ന മെത്തേഡാണ് ഗോസ് സെയ്ഡൽ മെത്തേഡ്. എന്താണ്? ഗോസ് സെയ്ഡൽ മെത്തേഡ്. ഒന്ന് നോക്കിയേ എന്താണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന മെത്തേഡിന്റെ പേര്? ഗോസ് സെയ്ഡൽ മെത്തേഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. 7 മാർക്കൊക്കെയാണ് മിനിമം. നോക്കിയേ ഗോസ് സെയ്ഡൽ മെത്തേഡ് എങ്ങനെയാ പറയുന്നേ? നമ്മൾ ആദ്യം കൺസിഡർ എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. നോക്കിയേ കുറച്ച് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യും. നോക്കിയേ ഒന്ന് a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1. ഞാൻ ഇതിനെ ഒന്നെന്ന് കൊടുക്കുന്നു. അടുത്ത് നോക്കിയേ a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നോക്കിയേ അടുത്ത ഇക്വേഷൻ നോക്കിയേ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു എന്താണ്? d3. ഓക്കെ, ഇതാണ് എന്താ? സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. 3 ഇക്വേഷൻസ് ഉണ്ട്. നോക്കി ഇതിന്റെ എന്താ കണ്ടുപിടിക്കാൻ പോണേ? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ എന്ത് മെത്തേഡാണ് പറയുന്നത്? ഗോസ് സെയ്ഡൽ മെത്തേഡ് ആണ് പറയുന്നത്. നോക്കിക്കേ എല്ലാവരും ഇനി എന്താ ചെയ്യുക? നമ്മൾ 3 ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ഇതിൽ നോക്കിയേ ഫസ്റ്റ് ഇംപ്ലൈസ് ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുവാണ്? എക്സ് ഫൈൻഡ് ചെയ്യുവാണ്. ഈ എക്സ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുന്നേ? നോക്കിക്കേ എല്ലാവരും എക്സ് എങ്ങനെ എനിക്ക് എഴുതാം? d1 മൈനസ് b1y മൈനസ് c1z ഡിവൈഡഡ് ബൈ എന്താണ്? a1. എങ്ങനെയാ വന്നേത്? നോക്കിയേ a1 എക്സിന് മാത്രമേ ഇവിടെ വെച്ചു, ബാക്കി അതിനെ അപ്പുറം കൊണ്ടുപോയേ. d1 മൈനസ് b1y പിന്നെന്താ? മൈനസ് c1z. നമുക്ക് വേണ്ടത് എക്സ് അല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹോൾ ഡിവൈഡഡ് ബൈ a1. ക്ലിയർ അല്ലേ? നമുക്ക് അതുപോലെ എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ 2 നിന്നും y കണ്ടുപിടിക്കാം. y എങ്ങനെ വരും? d2 മൈനസ് എന്താണ്? d2 മൈനസ് a2x മൈനസ് c2z ഡിവൈഡഡ് ബൈ b2. നോക്കിയേ അടുത്ത ഇക്വേഷൻ 3 നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? z കണ്ടുപിടിക്കാം. നോക്കി z എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നേ? d3 മൈനസ് a3x മൈനസ് b3y ഡിവൈഡഡ് ബൈ c3. നോക്കി എല്ലാവരും ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്ത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിഡർ ചെയ്തു. അതെന്നൊക്കെ എക്സും വൈയും ഇസഡും ഫൈൻഡ് ചെയ്തു. നോക്കിക്കേ ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഗോസ് സെയ്ഡൽ മെത്തേഡാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് മെത്തേഡാണ്. നോക്കിക്കേ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ ഒരു നോട്ടായിട്ട് പറയാനുള്ളത് നോക്കി എല്ലാവരും ശ്രദ്ധിച്ചേ. എന്താണ് നോട്ട് പറയുന്നത്? ഇപ്പം നിങ്ങൾക്കൊരു 3 ഇക്വേഷൻസ് തരുവാണ് കേട്ടോ. 3x പ്ലസ് 4y പ്ലസ് 2z ഈക്വൽ ടു 1. ഇനി അടുത്ത് എന്താ? 4x പ്ലസ് 2y പ്ലസ് z ഈക്വൽ ടു 3. അടുത്ത ഇക്വേഷൻ x പ്ലസ് 3y പ്ലസ് 4z ഈക്വൽ ടു 2. 3 ഇക്വേഷൻ കണ്ടില്ലേ? നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുന്ന ഓർഡർ ഉണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നോക്കിയേ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നുണ്ടോ? 3x പ്ലസ് 4y പ്ലസ് 2z. ആദ്യത്തെ ഇക്വേഷനിൽ എനിക്ക് എന്താണ് വേണ്ടത്? എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കും. എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കിയാൽ 3 ഇക്വേഷനിലും എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കണം. എന്നിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ വലുത് ആ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പൊ നോക്കിയേ 3xനെ കാട്ടി വലുതല്ലേ 4x? എക്സിന്റെ കോഎഫിഷ്യന്റ് വലുതല്ലേ? നോക്കിക്കേ അപ്പം 3 ഇക്വേഷനിൽ ഏറ്റവും വലുത് ഏതാണ്? രണ്ടാമത് എടുക്കുന്നതല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. നോക്കി ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കാനുള്ളത്? y ആണ്. അപ്പൊ നോക്കിയേ ഈ 3 ഇക്വേഷനിലും ഏറ്റവും വലിയ കോഎഫിഷ്യന്റ് ഉള്ള y എടുക്കുക. ഏതാണ്? നോക്കിക്കേ 2y ഉണ്ട്, 3y ഉണ്ട്, 4y ഉണ്ട്. ഏറ്റവും വലുത് ഏതാണ്? 4y ടേം അല്ലേ. അപ്പൊ നമ്മൾ എന്താ എടുക്കുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ. ഇതിലെ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഓർഡർ അനുസരിച്ച് എന്താണ്? സെക്കൻഡ് ആണ്. നോക്കിക്കേ കോഎഫിഷ്യന്റ് ഓഫ് y വെച്ചിട്ടാണ്. നോക്കിക്കേ എല്ലാവരും 2. ഇനി നോക്കിയേ മൂന്നാമത്തെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? z ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ കിടക്കുന്നത് എന്ത് തന്നെയാണ്? ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഇക്വേഷൻ തന്നെയാണ് ലാസ്റ്റ് ഇക്വേഷൻ. അല്ലെങ്കിൽ നോക്കി ഇസഡിന്റെ കോഎഫിഷ്യന്റ് വലുത് ഏതാണ്? 4z ലാസ്റ്റ് ഇക്വേഷൻ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് പറയാം. നോക്കിക്കേ എല്ലാവരും അത് ഒരിക്കലും മറന്നു പോകരുത്. എന്താണ്?
തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എളുപ്പമാണെന്ന് പറഞ്ഞ് അങ്ങ് ചെയ്തു തുടങ്ങും. നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യന്റ് ഓഫ് അതർ ടേംസ് ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ. അതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യന്റ് ഓഫ് അതർ ടേംസ് ആയിരിക്കണം. നോക്കിക്കേ എല്ലാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നോക്കിയേ ആ മെത്തേഡ് ഞാൻ പറഞ്ഞു തുടങ്ങിയില്ലേ, അപ്പം ആ മെത്തേഡിൽ കുറച്ച് ബാക്കിയുണ്ട്. എന്താണ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ ആണോ? എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അല്ലാതെ തിയറി പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. നോക്കിയേ എല്ലാവരും, പ്രോബ്ലം ഞാൻ എന്താ പറഞ്ഞേ, ആദ്യം നോക്കിയേ 3 ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ 3 ഇക്വേഷൻ എഴുതിയല്ലോ, എല്ലാവരും കണ്ടില്ലേ? ഇനി എന്താ ചെയ്യുന്നേ, 3 ഇക്വേഷൻ അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നേ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് എക്സിന്റെ വാല്യൂ. ഇപ്പം എങ്ങനെ അറേഞ്ച് ചെയ്യുന്നേ, ഇതിൽ ഏറ്റവും വലിയ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണെന്ന് നോക്കും. അതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കും. ഇവിടെ നോക്കിയേ 4x 6x 8x ഏറ്റവും വലുത് ഏതാണ്, ലാസ്റ്റ് ഇക്വേഷൻ അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിനെ ആദ്യത്തെ ഇക്വേഷൻ ആക്കി എഴുതി ഈക്വൽ ടു 20. ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നോക്കിയേ അടുത്ത ഏതാണ്, ഇവിടെ അടുത്ത എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, സെക്കൻഡ് ഇക്വേഷൻ y ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അടുത്ത ഏറ്റവും വലിയ y, ഏറ്റവും എന്താ വൈയുടെ കോഎഫിഷ്യന്റ് വലുതായിട്ട് വരുന്ന ഏതാണോ അതെടുക്കുക. നോക്കിയേ 3y ഉണ്ട്, വീണ്ടും 3y, പിന്നെ 11y കണ്ടോ. അപ്പൊ ഏറ്റവും വലുത് എന്താണ്, വൈയുടെ കോഎഫിഷ്യന്റ് 11 അല്ലേ. അപ്പൊ ഏത് ഇക്വേഷന് സെക്കൻഡ് ആയിട്ട് എടുക്കും, ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ആയിട്ട് എടുക്കും. നോക്കിയേ എല്ലാവരും, അതൊരിക്കലും മറന്നു പോകരുത്. നോക്കിയേ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ ഇക്വേഷൻ ആയി. ഇനി നോക്കിയേ ലാസ്റ്റ്, ഇനി ബാക്കിയുള്ള ഏത് ഇക്വേഷനേ ഉള്ളൂ, 6x plus 3y plus 12z is equal to 36. ഇതിൽ ഏറ്റവും വലിയ എന്താ, ഇസഡിന്റെ കോഎഫിഷ്യന്റ് അല്ലേ ഉള്ളൂ. നോക്കിയേ 3 ഇക്വേഷനും കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ളത് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, എക്സ് വാല്യൂ ഫൈൻഡ് ചെയ്യണം, വൈ വാല്യൂ ഫൈൻഡ് ചെയ്യണം, ഇസഡ് ഫൈൻഡ് ചെയ്യണം. നോക്കിയേ ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഇവിടുന്ന് എങ്ങനെ എക്സ് കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് കാണിച്ചത് കേട്ടോ. 8x ഈക്വൽ ടു, ബാക്കി എല്ലാത്തിനെ അപ്പുറം കൊണ്ടുപോയി. അപ്പൊ എന്താ 20 മൈനസ് അല്ല, ഇവിടെ -3y അല്ലേ, അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താ +3y. നോക്കിയേ +2z അപ്പുറത്ത് പോകുമ്പോൾ എന്താണ് -2z ഡിവൈഡഡ് ബൈ എന്താണ് ഒരു 8 വരും. എപ്പോഴാണ് 8 വരുന്നേ, ഇവിടെ നോക്കിയേ എക്സ് ആവുമ്പോൾ ഞാൻ പറഞ്ഞ എന്താണ് 8x ഈക്വൽ ടു ഇതോ ബാക്കി എല്ലാത്തിനെയും അപ്പുറം കൊണ്ടുപോയി. എനിക്ക് വേണ്ട എന്താണ് എക്സ് അല്ലേ. അപ്പൊ നമുക്ക് എക്സ് കാണാൻ വേണ്ടി എന്താ ചെയ്യുന്നേ, ഈ 8നെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. നമുക്ക് എക്സ് കിട്ടിയില്ലേ. എക്സ് എന്താണ്, എക്സ് ഈക്വൽ ടു 20 + 3y - 22 ഡിവൈഡ് ബൈ 8 ആണ്. ഇത് 4th ഇക്വേഷൻ. നോക്കിക്കേ ഇക്വേഷൻ 2 നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, y ഇല്ലേ. എങ്ങനെയാ y കണ്ടുപിടിക്കുന്നേ, 33 - 11y + z ഡിവൈഡഡ് ബൈ എന്താ, ഇങ്ങനെയാണോ. നോക്കിയൊന്ന് 11y എങ്ങനെ കണ്ടുപിടിക്കുന്നേ, 33 - 4x അല്ലേ. 11y ഇവിടെ നിൽക്കണ്ടേ. അപ്പൊ നോക്കിയേ -4x + z ഡിവൈഡഡ് ബൈ 11. എല്ലാവരും ശ്രദ്ധിച്ചേക്കൂ. എന്താ 33 - 4x + z ഡിവൈഡഡ് ബൈ 11. ക്ലിയർ അല്ലേ. ഇത് 5ാമത്തെ ഇക്വേഷൻ. നോക്കിയേ z എങ്ങനെ ഫൈൻഡ് ചെയ്യും, 3ാമത്തെ ഇക്വേഷൻ എങ്ങനെ z ഫൈൻഡ് ചെയ്യുന്നേ, ഒന്ന് നോക്കിയേ. ഇവിടെ z കോഎഫിഷ്യന്റ് നോക്കിയേ 12z. എനിക്ക് 12z z ആണ് വേണ്ടത്. എങ്ങനെ ചെയ്യും, ബാക്കി എല്ലാത്തിനെയും അപ്പുറം കൊണ്ടുപോയി. അപ്പൊ നോക്കിയേ 36 - 6x - 3y. ഇവിടെ നോക്കിയേ ഇസഡിന്റെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു, 12 അല്ലേ. അപ്പൊ 12നെ എനിക്ക് അപ്പുറം കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുന്നത്, 36 - 6x - 3y ഡിവൈഡ് ബൈ 12. ഇതെന്താണ്, 6th ഇക്വേഷൻ ആണ്. ഇത്ര ഇക്വേഷൻ കിട്ടിയില്ലേ. ഇവിടെ വരെയാണ് ഞാൻ പറഞ്ഞ മെത്തേഡിൽ അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലെറ്റ് ഫസ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ആയിട്ട് ചൂസ് ചെയ്യുന്നു. അതായത് നോക്കിയേ എക്സ് ഇനിഷ്യൽ കണ്ടീഷൻ ആണ് കേട്ടോ. x0 എന്ന് പറയുന്നത് ഞാൻ മുകളിൽ എഴുതിയത് എന്താ, ഡൗട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നോക്കിയേ ഇനിഷ്യൽ കണ്ടീഷൻ x0 എന്തായിട്ട് എടുത്തു, 0. y0 എന്തായിട്ട് എടുത്തു, 0. അടുത്ത എന്താണ്, z0 0 ആയിട്ട് എടുത്തു. ക്ലിയർ അല്ലേ. ഇവിടെ വരെ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുക്കണം. നോക്കിയേ എല്ലാവരും. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കിയേ, സ്റ്റെപ്പ് ഫസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കേ. എക്സ് അതായത് ഇനിഷ്യൽ കണ്ടീഷൻ 0 അല്ലേ. അടുത്ത എന്താണ്, x1 x0 ആണ് ഇപ്പൊ എഴുതിയേ. ഇനി അടുത്ത കണ്ടുപിടിക്കാൻ എന്താണ്, x1 ഇസ് ഈക്വൽ ടു നോക്കിയേ എല്ലാവരും നോക്കിയേ x1 എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ, എക്സ് എന്ത് കിട്ടി, 20 + 3y - 2z ഡിവൈഡ് ബൈ 8 കിട്ടി. ഇനി നോക്കിയേ ഇവിടെ നോക്കിയേ y0യും ഉണ്ട് z0യും ഉണ്ട്. എന്താണ് രണ്ടിന്റെയും വാല്യൂ എന്താണ്, 0 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിൽ 4th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും, 3y y0 ആണ്, ഈ ടേം 0 ആയിപ്പോയി, ഇതും 0 ആയിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ, 20/8 എന്ന് വരൂലേ. നോക്കി എല്ലാവരും 20/8 എന്ന് വരുന്നു. ഫൈനൽ ആൻസർ നോക്കി 2.5 കിട്ടുന്നു.
നോക്കിയേ അടുത്ത് നോക്കിയേ, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുത്തു, x1 കണ്ടുപിടിച്ചു. ഇനി നോക്കിയേ y1 എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? y1 ഇക്വേഷൻ നോക്കിയേ, y is equal to 33 minus 4x plus z divide by 11. ഇവിടെ കണ്ടോ, എക്സിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ഇസഡിനും കൊടുക്കണം അല്ലേ? എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ ഒരു പുതിയ വാല്യൂ x1, അതാണ് എക്സിന് പകരം കൊടുക്കാനുള്ളത്. ഇസഡിന് പകരം എന്താണ്? 0. നോക്കിയേ, എക്സിന് പകരം പുതിയ വാല്യൂ, ഇസഡിന് പകരം നോക്കിയേ 0 ആണ് കൊടുക്കാനുള്ളത്. അപ്പൊ നോക്കിയേ എങ്ങനെ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കിയേ, 33 മൈനസ് 4 ഇൻറ്റു 2.5 എന്താ, എക്സ് ആണ് പുതിയ വാല്യൂ ആണ്, പ്ലസ് 0 അതെന്താ ഇസഡ് ടൈം 0 അല്ലേ, ഡിവൈഡ് ബൈ 11. ഇതിന്റെ വാല്യൂ 2.0909 എന്ന് കിട്ടും. നോക്കി എല്ലാവരും ക്ലിയർ അല്ലേ? ഇനി നോക്കി നമ്മുടെ 6th ഇക്വേഷൻ എന്തായിരുന്നു? z ഈക്വൽ ടു 36 മൈനസ് 6x മൈനസ് 3y ഡിവൈഡ് ബൈ 12 ആയിരുന്നു. ഇനി നമ്മൾ എങ്ങനെ z റൈസ് ടു 1 അല്ലെങ്കിൽ z1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ അതേപോലെ ഇക്വേഷൻ എഴുതി 36 മൈനസ് 6x, നമ്മൾ ഇപ്പം ഒരു ന്യൂ എക്സ് കണ്ടുപിടിച്ചില്ലേ, പുതിയ എക്സ്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? 2.5. അതേപോലെ നോക്കി മൈനസ് 3 ഇൻറ്റു ന്യൂ വൈ കണ്ടുപിടിച്ചില്ലേ, ഇപ്പം y1 കണ്ടുപിടിച്ചില്ലേ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നോക്കി എല്ലാവരും 2.0909 ഡിവൈഡഡ് ബൈ 12. ക്ലിയർ അല്ലേ? ഇതിന്റെ ആൻസർ 1.2273 എന്ന് കിട്ടും. നിങ്ങൾക്ക് ക്ലിയർ ആവും. ഡൗട്ട് നോക്കി ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ആയതുകൊണ്ടാണ്, അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ഇത് നോക്കി എല്ലാവരും ഫസ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുത്തു, ബാക്കി x1 y1 z1 കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്? എന്താ സ്റ്റെപ്പ് 2? x2 ഫൈൻഡ് ചെയ്യുന്നത്. അതായത് എന്താ x2 എങ്ങനെയാ ഫൈൻഡ് ചെയ്യുന്നത്? നോക്കിക്കേ, ഇക്വേഷൻ നമുക്ക് അറിയത്തില്ല. എന്താ എക്സിന്റെ ഇക്വേഷൻ? 20 പ്ലസ് 3y മൈനസ് 2z ഡിവൈഡഡ് ബൈ 8 ആണ്. അപ്പൊ നോക്കി ഇത് എങ്ങനെയാ x2 കണ്ടുപിടിക്കുന്നേ? 20 പ്ലസ് അതേപോലെ എഴുതി 3y. എന്താണ് 3y എന്ന് പറയുന്നത്? ഇവിടെ ഏത് വാല്യൂ ചൂസ് ചെയ്യും നമ്മൾ? വൈയുടെ വാല്യൂ ചൂസ് ചെയ്യുന്നേ. നമുക്കൊരു പുതിയ y കിട്ടിയില്ലേ, y1, നമുക്ക് അത് ചൂസ് ചെയ്തൂടെ? y1 എന്താണ് ഇവിടെ? ഒന്നോർത്തെ എന്താ? 2.0909. ഓക്കെ ആണ്. മൈനസ് 2 ഇൻറ്റു ഇസഡിന്റെ പുതിയ വാല്യൂ കിട്ടിയില്ല, എന്താ? 1.2273 ഡിവൈഡഡ് ബൈ എന്താണ്? എന്താ വാല്യൂ? 8. അപ്പൊ നോക്കിയേ ഫൈനൽ ആൻസർ 2.9773 എന്ന് കിട്ടും. നോക്കിയേ നമുക്ക് എന്ത് കിട്ടി? x2 കിട്ടി. ഓക്കെ, നമുക്ക് x2 കിട്ടിയില്ല. ഇനി നമുക്ക് കാണാനുള്ള എന്താ? y2 എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വൈയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? 33 മൈനസ് 4 ഇൻറ്റു എന്തായിരിക്കും? 2.9773. അതായത് പുതിയ എക്സ്, പുതിയ വാല്യൂ കൊടുക്കുന്നു 9773. പിന്നെന്താണ്? പ്ലസ് നോക്കിയേ 1.2273. അതെന്താ ഈ പ്ലസ്, ഈ ഫംഗ്ഷൻ ഇതെന്താ? ഈ വാല്യൂ എന്താ? നമ്മുടെ ഇസഡ്, നമ്മുടെ പഴയ ഇസഡ് ഓർമ്മയില്ലേ, z1. നോക്കിയേ പുതിയ എക്സും കൊടുക്കുന്നു, പുതിയ x2 കൊടുക്കുന്നു. ഇവിടെ എന്താണ്? z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 11. നോക്കിയേ 2.0289 എന്ന് കിട്ടും. ഇനി അടുത്ത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? z2 എല്ലാവർക്കും അറിയാം. എന്താ z2ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 36 മൈനസ് 6x മൈനസ് 3y ഡിവൈഡ് ബൈ 12. അപ്പൊ ഇവിടുത്തെ എക്സും വൈയും ഏതാണ്? നമ്മുടെ കയ്യിലുള്ള പുതിയ വാല്യൂസ്. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 36 മൈനസ് 6 ഇൻറ്റു 2.9773. പിന്നെ ബാക്കി എന്താ പറഞ്ഞേ? മൈനസ് 3 ഇൻറ്റു 2.0289. നോക്കിയേ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 12 ഉണ്ട്. നോക്കിയേ എന്ത് കിട്ടും ആൻസർ? 1.0041 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്റ്റെപ്പ് 2 വരെ ആയി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണേ? സ്റ്റെപ്പ് 3. ഇതേപോലെ തന്നെയാണ് എന്ത്? സ്റ്റെപ്പ് 3 കണ്ടുപിടിക്കുന്നത്. ചില ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞേക്കും ഇത്ര സ്റ്റെപ്പ് വരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വരെ കണ്ടുപിടിച്ച സ്റ്റെപ്പ് ഇപ്പൊ പറയും 4 സ്റ്റെപ്പ് വരെ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 4th സ്റ്റെപ്പ് വരെ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നോക്കിയേ, അങ്ങനെ പറയാത്തോണ്ടാണ് ഞാൻ ഫൈനൽ വരെ പോകുന്നത്. ഇപ്പൊ നോക്കിയേ സ്റ്റെപ്പ് 3 എത്തി. സ്റ്റെപ്പ് 3 എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇതേപോലെ x3 എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ വാല്യൂ എന്തായിരുന്നു അറിയാവോ? എന്താ? 20 പ്ലസ് 3y മൈനസ് 2z ഡിവൈഡ് ബൈ 8. അപ്പൊ നോക്കിയേ 20 പ്ലസ് 3y. എന്താ 3y എന്ന് പറഞ്ഞാൽ ഏത് കൊടുക്കും? നമ്മുടെ y2ഉം. അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? മൈനസ് 2 ഇൻറ്റു z ഏതാണ്? വൈയുടെ വാല്യൂ ഇവിടെ കൊടുക്കണം കേട്ടോ, 2.0289. ഇവിടെ എന്താ? 2 ഇൻറ്റു 1.0041 ഡിവൈഡഡ് ബൈ എന്താ വരുന്നേ? 8. ഓക്കെ, ഇതിന്റെ ആൻസർ എനിക്ക് എന്ത് കിട്ടും? 3.0098 എന്ന് കിട്ടും. ഇവിടെ വരെ ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? നോക്കിയേ x3 എങ്ങനെ ഇക്വേഷനിൽ പഴയ വൈയും ഇസഡും കൊടുത്ത് നമുക്ക് പുതിയ x3 കിട്ടുന്നു. അടുത്ത y3 എങ്ങനെ കണ്ടുപിടിക്കും?
y3യുടെ ഇക്വേഷൻ എന്തുവായിരുന്നു? 33 മൈനസ് എന്തായിരുന്നു? 4x. അതെന്താ ഈ 4xനകത്ത് എക്സ് ഏതാ കൊടുക്കുന്നത്? പഴയതാണോ പുതിയതാണോ? ഓർത്ത് വെച്ചേക്കണം. പുതിയ നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച എന്താ? പുതിയ x3, അതായത് 3.0098. ഇനി എന്താ കണ്ടുപിടിക്കുന്നത് അടുത്തത്? പ്ലസ് z എന്താ? നമ്മുടെ പഴയ z2 കണ്ടോ, 41 ഡിവൈഡഡ് ബൈ എന്താ വാല്യൂ? 11 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1.9968. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ z3 കണ്ടുപിടിക്കും. നോക്കി z3 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇസഡിന്റെ വാല്യൂ നോക്കിയേ എല്ലാവരും. എന്താ ഇസഡിന്റെ വാല്യൂ? 36 മൈനസ് 6x മൈനസ് 3y ഡിവൈഡ് ബൈ 12. ഇവിടെ ഏതാ എക്സും ഏത് വൈയും ആണ് കൊടുക്കുന്നത്? ദാ ഇപ്പൊ കണ്ടുപിടിച്ച പുതിയ എക്സും പുതിയ വൈയും. അപ്പൊ നോക്കി ഇക്വേഷൻ ഒന്ന് നോക്കിയാലും 36 മൈനസ് 6 ഇൻറ്റു 3.0098 മൈനസ് 3 ഇൻറ്റു 1.9968 ഡിവൈഡഡ് ബൈ 12. എത്ര കിട്ടും എനിക്ക് നോക്കിയേ? 0.9959. അപ്പൊ നിങ്ങൾക്ക് ഇവിടം വരെ ഇപ്പൊ തേർഡ് സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി എന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈനൽ ആൻസർ എക്സിന്റെ വാല്യൂ 3 ആയിട്ട് എഴുതണം. എക്സിന്റെ വാല്യൂ എന്താ നോക്കി എക്സ് എന്താ കിട്ടിയേ? 3 ആയിട്ട് എഴുതണം. വൈയുടെ വാല്യൂ നോക്കി 1.9968 എന്നല്ലേ പറഞ്ഞു പോയേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 ആയിട്ട് റൗണ്ട് ചെയ്യണം. അടുത്ത z3 എന്തായിട്ട് റൗണ്ട് ചെയ്യണം? 1 ആയിട്ട് റൗണ്ട് ചെയ്യണം. ഇവിടം വരെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കി എല്ലാവരും ഞാൻ എവിടം വരെ കണ്ടുപിടിച്ചേ? നോക്കിയേ തേർഡ് സ്റ്റെപ്പ് വരെയല്ലേ കണ്ടുപിടിച്ചത്. നോക്കിയേ ബാക്കിയും കൂടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം. നോക്കിയേ ബാക്കി നോക്കിയേ 2.998, 1.997, അടുത്ത 1.00175, അടുത്ത് നോക്കിയേ 2.998, 2.0008, 1.0003, അടുത്ത് നോക്കിയേ 3.0002, 2.00, 1.00. നോക്കിയേ ഒരു പെർഫെക്റ്റ് വാല്യൂ വരെ നോക്കി ചെയ്ത് കണ്ടോ ഞാൻ. അങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്റ്റെപ്പ് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പെർഫെക്റ്റ് വാല്യൂ കിട്ടുന്നത് വരെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം. നോക്കിയേ ഇവിടെ നോക്കിയേ 3 കിട്ടി, 2 കിട്ടി, നോക്കിയേ 1 കിട്ടി കണ്ടോ. ബാക്കിയെല്ലാം അതേപോലെ ചെയ്തതാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേക്കും ഇത്ര സ്റ്റെപ്പ് ആണെന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈനൽ വരെ ഒരു പെർഫെക്റ്റ് വാല്യൂ ആകുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെസിമലൊക്കെ മാറി ഒരു പെർഫെക്റ്റ് 3 കണ്ടോ, 2, 1 അങ്ങനെ ആവുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം. നോക്കിയേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എല്ലാവരും. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? Solve 8x1 plus x2 plus x3 equal to 8, 2x1 plus 4x2 plus x3 equal to 4, x1 plus 3x2 plus 5x3 equal to 5. നോക്കിയേ നമ്മൾ എന്താ ചെയ്യുന്നേ? ഇത് ഓർഡറിലാണോ അല്ലയോ? ഇവിടെ y ഉണ്ടോ? ഇല്ല. z ഉണ്ടോ? ഇല്ല. എന്തിലാ? x1, x2, x3യിലാണ്. അപ്പൊ ആദ്യത്തെ ഏതാണ് കോഎഫിഷ്യന്റ് നോക്കാനുള്ള? x1ന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ ഏറ്റവും വലുത് എന്ന് തന്നെയാണ്, ഫസ്റ്റ് തന്നെയാണ്. ഇവിടെ എന്താ നോക്കാനുള്ള? x2ന്റെ കോഎഫിഷ്യന്റ് നോക്കണം ഏതിലാണ് വലുതെന്ന്. നോക്കിയേ രണ്ടാമത്തെ ഇക്വേഷനിൽ തന്നെയാണ് x2ന്റെ കോഎഫിഷ്യന്റ് വലുത്. ഇനി എന്താ x3യുടെ കോഎഫിഷ്യന്റ് വലുതാണ്? മൂന്നാമത്തെ ഇക്വേഷനിലല്ലോ. ഓർഡർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നോക്കണം കേട്ടോ. മിക്ക കണക്കിൽ ഒരു ഓർഡർ തെറ്റിച്ചായിട്ടായിരിക്കും തരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അത് ശരിയായിട്ട് എഴുതിയിട്ട് മാത്രമേ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ പോകത്തുള്ളൂ കേട്ടോ. നോക്കിയേ ആൻസർ എങ്ങനെ എഴുതുന്നേ? നമ്മൾ ആദ്യം എന്ത് ഫൈൻഡ് ചെയ്യണം? x1 ഫൈൻഡ് ചെയ്യണം. x1 എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഈ ഇക്വേഷനിൽ നിന്നും 8 മൈനസ് ഇവിടെ അപ്പുറത്തെ ഈ x2 അപ്പുറത്ത് പോകുമ്പോൾ ഏതാ? -x2 - x3 ഡിവൈഡഡ് ബൈ 8 ഒന്നാമത്തെ ഇക്വേഷൻ. x2 എങ്ങനെ ഫൈൻഡ് ചെയ്യുന്ന? ഈ ഇക്വേഷൻ നിന്നും 4 - 2x1 - x3 ഡിവൈഡ് ബൈ 4 രണ്ടാമത്തെ ഇക്വേഷൻ. അടുത്ത x3 നോക്കിയേ 5 - x1 - 3x2 ഡിവൈഡഡ് ബൈ 5. നമുക്ക് എല്ലാ ഇക്വേഷനും കിട്ടിയില്ലേ? എന്താ കിട്ടി? x1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി, x2 ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടി, x3 ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടി. നോക്കിയേ ബാക്കി എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇനിഷ്യൽ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്തു? x1 റൈസ് 0, x1 0, x2 0. അത് നമ്മൾ എന്തായിട്ട് എടുത്തു? 0 ആയിട്ട് എടുത്തു. ഇനിഷ്യൽ കണ്ടീഷൻ എന്തായിട്ട് എടുത്തു? 0 ആയിട്ട് എടുത്തു. ഇവിടെ ഞാൻ 0 എല്ലാത്തിനും 0 എടുത്തേക്കുന്നത്. ഇതെങ്ങനെയാ 1, 0.5 കിട്ടുന്നത് ഓർമ്മയുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പിൽ x2 x3 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് വാല്യൂ എടുക്കുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. ഇനി അടുത്ത എന്താ? ടേബിൾ രൂപത്തിൽ എഴുതാം. കൺഫ്യൂഷൻ ആവണ്ട എന്ന് വെച്ചാണ് അത് പറയാതെ കേട്ടോ. നിങ്ങൾക്ക് ടേബിൾ രൂപത്തിൽ എഴുതാം. പക്ഷേ തെറ്റിപ്പോയാലോ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നോക്കി ഇവിടെ വരെ ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ആദ്യം ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുത്തു. ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഇതെങ്ങനെയാണ് കിട്ടിയത്? 1 എങ്ങനെയാണ് കിട്ടിയത്? x2ഉം x3യും x1ന്റെ ഇക്വേഷനിൽ കൊടുത്തപ്പോൾ 1 കിട്ടി. എങ്ങനെ 0.5 കിട്ടുന്നേ? 0.5 നമ്മുടെ പുതിയ x1 ഇല്ലേ, ആ x1ഉം നമ്മുടെ x3 ഇല്ലേ, ഇത് രണ്ടും ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. നോക്കി അടുത്ത എങ്ങനെയാ വരുന്നേ? ഈ 0.875 ഈ x2ഉം ഈ x3യും നമ്മുടെ x1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയ x1 കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടുന്നത്?
നമ്മുടെ എന്താ പുതിയ x1ഉം z1ഉം, അതായത് എന്താ ഇവിടെ z അല്ല പകരം x3 ആണ് കേട്ടോ. അപ്പോൾ x3 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ വാല്യൂ കിട്ടും. എങ്ങനെയാ ഈ വാല്യൂ കിട്ടുന്നത്? 0.5625. ഈ രണ്ട് പുതിയ വാല്യൂവും കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഇക്വേഷൻ x3യുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി അടുത്ത ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണ് വരുന്നത്, ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ x1ന്റെ ഇക്വേഷനിൽ ഈ രണ്ട് ഇക്വേഷനും x2ഉം x3യും നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, പുതിയ x1 കിട്ടും. ഇനി അടുത്ത x2 കണ്ടോ, x2ന്റെ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം, പുതിയ x1ഉം ലാസ്റ്റ് കിടക്കുന്ന x3 കണ്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇത് കിട്ടും. ഇനി ഈ ഫൈനൽ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത്, x3 ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഈ വാല്യൂ കിട്ടും. നോക്കിക്കേ എല്ലാവരും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നതിന് മാർക്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് എളുപ്പവഴി പറഞ്ഞു തന്നെയാണ്. ഓക്കെ ആണോ എല്ലാവരും? നോക്കി ഞാനിത് ഈ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നോക്കിയേ ഇവിടെ വരെ എത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റെപ്പ്, എത്ര സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് നോക്കിയേ, എത്ര സ്റ്റെപ്പ് ചെയ്തു? ഒരു 6th സ്റ്റെപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് 0.876, പിന്നെ എന്താ 0.419, 0.573. എന്തുകൊണ്ടാണ് അവിടെ നിർത്തിയേ? നോക്കിയേ, ഈ ഡെസിമൽ ഈക്വൽ ആയിട്ട് വന്നു. നോക്കിയേ, ഈ ഇത് കണ്ടു, രണ്ട് ഡെസിമലിനും തുല്യമല്ലേ, രണ്ട് വാല്യൂസും തുല്യമല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വെച്ച് വാല്യൂ നിർത്താം. എന്നിട്ട് x1ന്റെ വാല്യൂ എന്തായിട്ട് എഴുതാം, 0.876, x2ന്റെ വാല്യൂ 0.419, x3യുടെ വാല്യൂ 0.573. ഒന്നുകിൽ നിങ്ങൾക്ക് എന്താണ് പെർഫെക്റ്റ് വാല്യൂ ആവുന്നവരെ ചെയ്യാം, ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ രണ്ടും ഈക്വൽ ആയിട്ട് വരും. ചിലപ്പോൾ എന്താ രണ്ട് സ്റ്റെപ്പും ഈക്വൽ ആയിട്ട് വാല്യൂസ് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ആണോ? താങ്ക് യു.